നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 4ാം യൂണിറ്റ് മേൽ ജോൽ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. സ്നേഹബന്ധങ്ങളുടെയും നല്ല കാര്യങ്ങൾ ചെയ്ത് ലോകത്ത് നമ്മെ തന്നെ നിലനിർത്തേണ്ടതിന്റെയും പ്രാധാന്യം ഈ യൂണിറ്റ് നമ്മെ പഠിപ്പിക്കുന്നു. ഈ യൂണിറ്റിലെ പ്രധാന കഥയുടെ പേര് തും ജിയോ ഹസാരോൺ സാൽ എന്നാണ്. ഇതെഴുതിയത് ഷിറാസ് ഹുസൈനാണ്. നിമ്മി എന്ന കുട്ടിയുടെ ജന്മദിനവും അതിനോടനുബന്ധിച്ചുള്ള രസകരമായ ഒരു സംഭവവുമാണ് കഥയുടെ ഇതിവൃത്തം. നിമ്മിക്ക് വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡിൽ ഒരു കവിതയിലെ ഈരടി ഉണ്ടായിരുന്നു. തും ജിയോ ഹസാറും സാൽ, സാൽ കെ ദിൻ ഹോ 50,000. എന്നാൽ ഈ ആശംസയുടെ അർത്ഥം എന്താണെന്ന് നിമ്മിക്ക് മനസ്സിലായില്ല. അവളുടൻ തന്നെ തന്റെ നാനായുടെ അടുത്തേക്ക് ഓടി. ഇത്രയും കാലം ആരും ജീവിക്കില്ലല്ലോ എന്ന് അവൾ അത്ഭുതം പ്രകടിപ്പിച്ചു. അപ്പോൾ നാനാജി അതൊരു തരം പ്രാർത്ഥനയാണെന്ന് വിശദീകരിച്ചു. ഈ ആശംസയുടെ യഥാർത്ഥ അർത്ഥം മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി എന്നിവരെപ്പോലെ ലോകത്തിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മെ തന്നെ ലോകത്തിന്റെ ഓർമ്മയിൽ എപ്പോഴും നിലനിർത്തുക എന്നതാണ്. ഈ ഈരടി പ്രശസ്ത ഉറുദു കവിയായ മിർസ ഗാലിബ് എഴുതിയ ഒരു ഷെയറാണെന്നും നാനാജി പറഞ്ഞുകൊടുത്തു. ഈ വിശദീകരണത്തിലൂടെ നിമ്മിക്ക് ഷെയറിന്റെയും കവിതയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ നമ്മുടെ പാഠഭാഗം നമുക്ക് മലയാളത്തിലൊന്ന് നോക്കാം. നിങ്ങൾ ആയിരക്കണക്കിന് വർഷം ജീവിക്കട്ടെ. മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി ഇവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നിട്ടും ഇവരെ എല്ലാവരും ഇന്നും ഓർക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ആയിരക്കണക്കിന് വർഷം ജീവിക്കട്ടെ. നിമ്മിയുടെ ജന്മദിനം കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ അവൾ സമ്മാനങ്ങൾ ഓരോന്നായി തുറന്നു നോക്കുന്ന തിരക്കിലാണ്. വിനോദങ്ങൾ കൊടുത്ത ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. അതിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഒപ്പം ഇങ്ങനെ എഴുതിയിട്ടുമുണ്ടായിരുന്നു: തും ജിയോ ഹസാരോൺ സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഇതെങ്ങനെയുള്ള കവിതയാണ്? അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി നാനായുടെ അടുത്തേക്കോടി. കാർഡ് അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു: നാന, ഈ 50,000 എന്നത് വളരെ കൂടുതലാണ് അല്ലേ? ഇത്രയും വർഷം ആരാണ് ജീവിക്കുക? നാന പറഞ്ഞു: ഇതൊരു തരം ദുആയാണ്. അതായത് ലോകം നിങ്ങളെ എപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതെങ്ങനെ? നിമ്മിയൊരൽപ്പം മുന്നോട്ട് വന്ന് ചോദിച്ചു. അതായത് മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി എന്നിവരെപ്പോലെ ഇവരിന്ന് ജീവിച്ചിരിപ്പില്ല. എന്നിട്ടും ഇവരെ എല്ലാവരും ഇന്നും ഓർക്കുന്നു. ഓ, മനസ്സിലായി. നല്ല കാര്യമാണ് എഴുതിയിരിക്കുന്നത്, നിമ്മി പറഞ്ഞു. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കവിത അല്ലെങ്കിൽ ഈ ഷെയർ എഴുതിയത് മിർസ ഗാലിബാണ്. ഞാനാ അവളുടെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, നോനോ, ഈ ഷെയർ ഉണ്ടാക്കിയ ഗാലിബ എവിടെ നിന്നാണ് വന്നത്? ഗാലിബല്ല, ഗാലിബ്. ഇദ്ദേഹം ഉറുദു ഭാഷയിലെ ഒരു ഷായർ അഥവാ കവിയായിരുന്നു. ഒരു കവിയുടെ കവിതയിൽ രണ്ടോ രണ്ടിലധികമോ വരികളുണ്ടാകും. ഈ 2 വരികളെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, തും ജിയോ ഹസാരോൺ സാൽ, സാൽ കെ ദിൻ ഹോ 50,000. ഇത് പറഞ്ഞുകൊണ്ട് നാന എഴുന്നേറ്റു. പെട്ടെന്ന് നിമ്മി അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു: നാന, മറ്റൊരു ഷെയറിനെക്കുറിച്ചുകൂടി പറഞ്ഞു തരൂ. അല്ലെങ്കിൽ ഗാലിബിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തരൂ. ഞാൻ ഉദ്ദേശിച്ചത് ഗാലിബിനെക്കുറിച്ചാണ്. അയ്യോ, ഇനി ഇത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എനിക്കിപ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ പോകണം. ഈ കഥയെഴുതിയ ഷിറാസ് ഹുസൈൻ ഒരു ബഹുമുഖ ദൃശ്യകലാകാരനാണ്. അദ്ദേഹം ഖ്വാബ് തൻഹ കളക്റ്റീവ് എന്ന കൂട്ടായ്മയുടെ സ്ഥാപക കലാകാരനാണ്. ബാലമാസികകളിലെ എഴുത്തുകാരനും ചിത്രകാരനുമാണദ്ദേഹം. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ ലളിതകലാ വിഭാഗത്തിൽ നിരവധി വർഷം അദ്ദേഹം പ്രായോഗിക കലകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയായി കുട്ടികൾക്കുവേണ്ടി മിർസ ഗാലിബിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്ന തിരക്കിലാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമാണ് വീണ്ടും കാണാം. ബൈ.